ഇത് കേൾക്കട കേക്കച്ച. കസേരമോഹികളും പെരുന്തച്ചൻ കോംപ്ലക്സുമുള്ള കേക്കച്ചന്മാരും കുതികാലുവെട്ടുകളും നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയിൽ ഇവന്മാരുടെ വെറും ചട്ടുകമായി അടികൊള്ളുവാൻ പോകുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ശ്രദ്ധയ്ക്ക്. നിങ്ങൾക്കടിയും ഈ മിടുക്കനെ പുൽത്തുകൾ നേട്ടവും കൊണ്ടുപോകും. അവസാനം ഒരു പെണ്ണുകേസും മണ്ടക്കി ചാർത്തിത്തരും. നിങ്ങൾ ചെയ്യേണ്ടുന്നത് കതറുടയാതെ നിങ്ങൾ അടികൊണ്ട് ചാകുമ്പോൾ നിങ്ങൾക്ക് റീത്ത് വെക്കുവാൻ PR ടീമുമായി ഉടയാത്ത കതറുമായി നിൽക്കുന്ന കേക്കച്ചനെയും നേരെ നിന്നൊരു വളിവിടുവാൻ പോലും പ്രാപ്തിയില്ലാത്ത രമേശനെയും ഹൈക്കമാൻഡർ കേന്ദ്ര മാമയുമായ ആലപ്പുഴ കോവാലിനെയും അടികിട്ടുവാൻ സാധ്യതയുള്ള സമരയിടത്ത് മുന്നിൽ നിർത്തുക. അടുക്കളയിൽ പെണ്ണും പിള്ളയുടെ അടിപ്പാവാടയ്ക്കകത്തിരുന്നല്ല സമരമുഖത്ത് വന്നു നിന്ന് മുന്നിൽ നിന്ന് നയിക്കുവാൻ ഇവന്മാരോട് പറയുക. പേടിയാണെങ്കിൽ പോകാൻ പറയുക. അതിന് ചങ്കുറപ്പുള്ള ആൺപിള്ളാർ ഇവിടെയുണ്ട്, അവരെ ഇറക്കാൻ പറയുക. i2 ന്യൂസ് റിയാക്ട് ഫോർ റൈറ്റിൽ ഇന്ന് USA-ൽ നിന്നും ഡോക്ടർ ജോർജ് തന്റെ ചിന്തകൾ പങ്കുവെക്കുന്നു. ശ്രമിച്ചാലും ഇത് കേൾക്കട കേക്കച്ച. ഞാൻ ഡോക്ടർ തോമസ് ഫ്രം ടെന്നസി, USA. അപ്പം ഇവിടെ 3-4 ദിവസമായിട്ട് ഇപ്പം പല തിരക്കുണ്ടെങ്കിലും സാറിൻ്റെ ന്യൂസ് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക രാപ്പകൽ. കാരണം എന്തോ ഈ കുറച്ച് നാളുകളായിട്ട് മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ച ഒരു സംഭവമാണ്. കാരണം ഞാനിവിടെ US-ലിരിക്കുന്ന ആളാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന ആളിനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തോട് ഞാൻ കണ്ടിട്ടില്ല, പിന്നെ വലിയ ഒരു ആരാധനയോ കാര്യങ്ങളോ തോന്നിയിട്ടില്ല. പക്ഷേ മനസ്സിലായൊരു കാര്യം, അദ്ദേഹം ഈ കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടി ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടുള്ള, ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള, പോലീസിൻ്റെ അടിയും ഒക്കെ കൊണ്ടിട്ടുള്ള ഒരാളാണ്. അതുമാത്രമല്ല, പാലക്കാട് ഇലക്ഷൻ്റെ ഒരു ഓപ്ഷൻ വന്നപ്പം നിർത്താൻ ധൈര്യത്തോടു കൂടെ പത്തനംതിട്ടയിൽ നിന്ന് അങ്ങ് വരെ കൊണ്ടുപോയ ആളല്ലേ. അപ്പം സതീശനും ബാക്കിയുള്ള കോൺഗ്രസ് ലീഡേഴ്സിനും രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ കഴിവുകളിൽ വിശ്വാസം ഉണ്ടായിരുന്നു. മാത്രമല്ല, എന്തെങ്കിലും ഒരു പരാതിയോ ഈ പറയുന്ന കോൺഗ്രസ്സിലെ തന്നെ യൂത്ത് കോൺഗ്രസ്സിലെ പെൺകുട്ടികളിൽ നിന്നോ മറ്റുള്ളവരിൽ നിന്നോ ഒരു പരാതി ഉണ്ടെങ്കിൽ ഇവർക്കത് നേരത്തെ അറിയാമല്ലോ. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു നല്ല ഒരു അഭിപ്രായം, അദ്ദേഹത്തിന് ഒരു നല്ല ക്യാരക്ടർ ഉള്ളതുകൊണ്ടല്ലേ അദ്ദേഹത്തെ പാലക്കാടേക്ക് കൊണ്ടുപോയത്. അപ്പോൾ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ലീഡേഴ്സ് പോലും ഷാഫി ഒഴിച്ച് ബാക്കി എല്ലാവരും അദ്ദേഹത്തെ കൈവിട്ടിരിക്കുമ്പോൾ സുനിൽ സാർ ചെയ്യുന്ന ഒരു കാര്യം വലിയൊരു കാര്യം. കാരണം രാഹുൽ ഒരു പിതാവ്, ചെറുപ്പത്തിൽ തന്നെ പിതാവ് നഷ്ടപ്പെട്ടു പോയ ഒരു ചെറുപ്പക്കാരൻ. അദ്ദേഹത്തിന് ഈ പൊളിറ്റിക്സിലേക്ക് ഇത്രയും നാൾ ഇറങ്ങി കഷ്ടപ്പെട്ട് കോൺഗ്രസിൻ്റെ യൂത്ത്, സാധാരണപ്പെട്ട ഒരു കോൺഗ്രസ് ലീഡർ അല്ല, യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ വരെ ആയ ഒരു കഴിവുള്ള ഒരു മനുഷ്യൻ. അപ്പം അദ്ദേഹത്തോട് ഈ കോൺഗ്രസ് പാർട്ടി, ബാക്കി BJPയോ അല്ലെങ്കിൽ ഇടതുപക്ഷമോ അവരുടെ സമരമൊക്കെ അവിടെ നിൽക്കട്ടെ. ഇപ്പം DYFIക്കാർ തന്നെ എന്തെല്ലാം ആണ്. കഴിഞ്ഞ ദിവസം ഇങ്ങനെ ന്യൂസ് നോക്കിയപ്പോൾ കൊണ്ട് അടൂരെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മദറിൻ്റെ വീടാണ്. അടൂക്കൂടെ പ്രൈവറ്റ് ബസ്സിനകത്തൂടെ ഒരു കോഴിയും കൊണ്ടൊക്കെ, എന്താണ് ഈ DYFI എന്ന് പറയുന്ന പ്രസ്ഥാനം എന്നാ അവർ ചെയ്യുന്നത്? എന്ത് മോശമായി കാണിക്കുന്നത്? ബസ്സിൽ യാത്ര ചെയ്യുന്ന ആളുകളെടുത്ത് കൊണ്ടുപോയി കോഴിയെ കാണിക്കുക. ആ കോഴിയോട് തന്നെ ചെയ്യുന്നൊരു ദ്രോഹമല്ലേ അത്? വിശാലമായിട്ട് കൊത്തി തിന്ന് പറന്ന് നടക്കേണ്ട അതിനെ കെട്ടിപ്പിടിച്ച് ഇവന്മാരെണ്ണായി കാണിക്കുന്നത്. പിന്നെ BJP ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും അവർക്ക് ഇത് പറയാനുള്ള യാതൊരു യോഗ്യതയില്ല. ഇപ്പം ഇടതുപക്ഷത്തിൽ ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ തന്നെ മുകേഷിൻ്റെ ആയാലും മറ്റുള്ള ഗണേഷിൻ്റെ ആയാലും ഒക്കെ വിഷയം വന്നപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവരെ സത്യത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്ത്, മുകേഷിനെതിരെ കേസ് ഉണ്ടായി നമ്മളെല്ലാം വിചാരിച്ച് രാജിവെക്കുമെന്ന് വിചാരിച്ച് ME ഗോവിന്ദൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ് രാജിവെക്കുന്ന പ്രശ്നമില്ല എന്ന് അവിടെ കൊണ്ട് തീർന്നു. ആ ഒറ്റ സെൻറ്റൻസിൽ കൂടെ തീർന്നു. അദ്ദേഹം കംപ്ലീറ്റ് കവചമൊരുക്കി. അത് അവർക്ക് ഇദ്ദേഹത്തോടുള്ള ബഹുമാനം കൊണ്ട് കാര്യമൊന്നുമല്ല. അവരുടെ ഒരു MLA ആ സമയത്ത് രാജിവെപ്പിച്ചാൽ പാർട്ടിക്ക് തന്നെയാണ് ക്ഷീണമെന്ന് അവർക്ക് മനസ്സിലായുണ്ടോ. ആ ഒരു ബോധം സതീശനില്ലാതെ പോയി. ഇപ്പം സാറിൻ്റെ ഒബ്സർവേഷൻ കറക്റ്റാണ്. കാരണം സതീശന് ഇതിൻ്റെ പിന്നിൽ നല്ലൊരു റോളുണ്ട്. ഈ വിഷയം പുറത്തു വരാൻ നല്ലൊരു റോളുണ്ട്. അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുപ്പമുള്ള
പെൺകുട്ടിയാണ് സിനിമ നടി, അദ്ദേഹത്തിൻ്റെ പേര് റീന എന്നാണ് തോന്നുന്നു, ഐ ഡോണ്ട് ആണോ. പക്ഷേ ആ പെൺകുട്ടിയും ക്ലിയറായിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന് 3.5 വർഷം നമുക്ക് ആ ഇഷ്യൂവിലേക്ക് തന്നെ വരാം. ഞാൻ ദൂരത്ത് അമേരിക്ക ഇരുന്നുകൊണ്ട് ചിന്തിക്കുന്ന ഒരു വ്യക്തി, എൻ്റെ ഒരു ചിന്ത ഞാൻ സാറിനോട് പറയാം. അപ്പോൾ ആ പെൺകുട്ടി 3.5 വർഷമായിട്ട് രാഹുലിനോട് സംസാരിക്കുന്നു. ഇപ്പം നമ്മളൊക്കെ കേരളത്തിൽ വളർന്നു വന്നവരാണല്ലോ. നമ്മളിപ്പോൾ ഒരു പെൺകുട്ടിക്കോ അല്ലെങ്കിൽ ഒരു സ്ത്രീക്കോ ഇഷ്ടപ്പെടാത്ത ഒരു നോട്ടമോ സംസാരം ഉണ്ടായ അവരെന്നാ ചെയ്യുന്നത്, ആ നിമിഷത്തിൽ തന്നെ അവർ മറുപടി പറയാൻ ഒരൊറ്റ നോട്ടം കൊണ്ട് നിർത്തും, അല്ലേ? അതല്ലേ നമ്മുടെ നാട്ടിലെ ഒരു സംസ്കാരം. അല്ല, കൂടിപ്പോയി കഴിഞ്ഞാൽ അറ്റ കൈക്ക് വേണ്ടി വന്നു കഴിഞ്ഞാൽ ചെരുപ്പ് ഊരി അടിക്കുകയും ചെയ്യും. ഇപ്പം ഇവർ നല്ല സുഹൃത്തുക്കളായിരുന്നു. ആ സൗഹൃദത്തിൻ്റെ ഇടയ്ക്ക് രാഹുൽ ഇപ്പം ഭാര്യയുള്ള ആളല്ല. അദ്ദേഹത്തിന് അദ്ദേഹത്തിന് ഡേറ്റ് ചെയ്യാൻ തോന്നിക്കാണോ, അദ്ദേഹത്തിന് ഒരു പെൺകുട്ടിയായിട്ടുള്ളൊരു ബന്ധം തുടങ്ങണമെന്നുള്ളൊരു താല്പര്യം വന്ന നേരത്തെ തെറ്റ്. ഇദ്ദേഹം സിസ്റ്റർ ഒന്നുമല്ലല്ലോ, സ്വന്തം സഹോദരി ഒന്നുമല്ലല്ലോ, അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി ഒന്നുമല്ലല്ലോ. അപ്പം ആ സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടി, സാമാന്യ സൗന്ദര്യമുള്ള രാഹുൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൗന്ദര്യമുള്ളൊരു ചെറുപ്പക്കാരനാണ്. വളരെ സൗന്ദര്യവും വളരെ പേഴ്സണാലിറ്റിയുള്ള ഒരു ചെറുപ്പക്കാരൻ. അപ്പോൾ അദ്ദേഹത്തോട് ഈ പെൺകുട്ടിക്ക് ഒരടുപ്പം തോന്നിയോണ്ടല്ലേ അവൾ 3.5 വർഷം രാഹുലിനോട് സംസാരിച്ചു. അപ്പോൾ ആ സമയത്ത് ഏതെങ്കിലും ഒരു സമയം ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞാൽ പോലെ, എനിക്ക് അങ്ങനെ സംസാരിക്കുന്ന താല്പര്യമില്ല, നീ എൻ്റെ ഒരു സാധാരണ ഒരു സുഹൃത്ത് മാത്രമാണെന്ന് പറഞ്ഞാൽ പോരെ. അത് ഈ മീഡിയയുടെ മുമ്പിൽ വന്നിട്ട് പറയേണ്ട കാര്യം എന്താണ്? അദ്ദേഹത്തിന് ആ പെൺകുട്ടിക്ക് പറയാവുന്ന ഒരുപാട് മേഖലകളുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ തന്നെ പേരൻസിനെ കൊണ്ട് വേണമെങ്കിൽ പെൺകുട്ടിക്ക് നേരിട്ട് രാഹുലിനോട് പറയാം, എന്നിട്ട് നിർത്തുന്നില്ലെന്നുണ്ടെങ്കിൽ പേരൻസിനെ കൊണ്ട് അവരുടെ വീട്ടിൽ പറയിപ്പിക്കാം, അമ്മയോട് വേണേൽ സംസാരിപ്പിക്കാം. അല്ലെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൻ്റെ തന്നെ അധ്യക്ഷനോട്, KPCC അധ്യക്ഷനോട് സംസാരിക്കാൻ ഇങ്ങനെ വിഷയമുണ്ട്, നിങ്ങൾ കൺട്രോൾ ചെയ്യണം. അല്ലെന്നുണ്ടെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാം. മീഡിയയുടെ മുമ്പിൽ ഇത് വന്ന് പറഞ്ഞതിൻ്റെ പിന്നിൽ ഒരു അജണ്ടയുണ്ട്. അത് മാത്രമല്ല, ഈ പെൺകുട്ടി VD സതീശനുമായിട്ട് ഏറ്റവും അടുത്ത ആളുമാണ്. അപ്പം നിങ്ങളുടെ ഹൈപ്പോത്തസിസ്, നിങ്ങളുടെ ഊഹം ശരി തന്നെയാണ്. കാരണം അദ്ദേഹത്തിന് മുമ്പോട്ട് അദ്ദേഹത്തിനിപ്പോൾ വേറൊന്നും പ്രശ്നമല്ല. സുധാകരനെ ഒതുക്കി, പിന്നെ സണ്ണി ജോസഫിനെ ഒതുക്കാത്തത് സണ്ണി ജോസഫ് ഇദ്ദേഹം പറയുന്നത് കേൾക്കുമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പിന്നെ KC വേണുഗോപാലും ഇദ്ദേഹത്തിന് സപ്പോർട്ടാണെന്നാണ് തോന്നുന്നത്. ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിലും അതുപോലെ ഷാഫിയും കൂടെ ഒന്നിച്ചൊരു ശക്തമായ ഒരു വലിയ ജലപ്രളയം പോലെ, ഒരു തീവണ്ടി പാഞ്ഞു വരുന്ന പോലെ ഒരു ശക്തിയാണെന്ന് ഇദ്ദേഹത്തിന് മനസ്സിലായി. അവർ എവിടെ നിന്നാലും ജയിക്കും. കേരളത്തിലെ ഇലക്ഷനിലെല്ലാം അവർ രണ്ടുപേരും കൂടെ വന്ന് പ്രചരണം നടത്തി കഴിഞ്ഞ് ഇദ്ദേഹത്തിൻ്റെ ഇമേജ് പോകും. അത് മാത്രമല്ല, UDF ഇനി വരാൻ സാധ്യതയില്ല. ഇനി ഇൻ കേസ് വന്നാൽ, ഭൂരിപക്ഷത്തിൽ വന്നാൽ, ആ സമയത്തൊരു മുഖ്യമന്ത്രിയെ തിരഞ്ഞെടുക്കുന്നതായ സാഹചര്യം വരുമ്പം ഈ രണ്ടുപേരുടെ ഇൻഫ്ലുവൻസ് ഭയങ്കരമായിരിക്കും. കാരണം ഇവർ മറ്റുള്ള MLAമാരോട്ടുള്ള ബന്ധം, ഇവർക്ക് കോൺഗ്രസ്സിലുള്ള സ്വാധീനം, ഇത് സതീശന് അനുകൂലമാകത്തില്ലെന്നുള്ളൊരു തോന്നൽ പുള്ളിക്ക് വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഇദ്ദേഹത്തിന് ഇതിൻ്റെ പിന്നിൽ ശക്തമായ ഒരു ഹിഡൻ അജണ്ട ഇദ്ദേഹം കൂടെ അറിഞ്ഞിട്ടാണ് ഈ ഇഷ്യൂ വന്നതെന്നുള്ളത് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ഞാൻ ഇവിടേക്കുന്ന ആളെ എനിക്കറിയില്ല. പിന്നെ ഇവർ പറഞ്ഞു വരുന്ന ആരോപണങ്ങൾ, ദൈവം ഇതെല്ലാം കാണുന്നുണ്ട് എന്നുള്ളതിന് തെളിവാണ്. കാരണം രാഹുൽ തന്നെ വന്ന് ട്രാൻസ്ജെൻഡർ കുട്ടി പറഞ്ഞ് അത് പൊളിച്ചു. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തത് ഈ റിപ്പോർട്ടർ ചാനലും അതുപോലെ തന്നെ മറ്റുള്ള ഈ 24, ഇവർ രണ്ടുപേരും ഒരു ഇടതുപക്ഷത്തിലെ ഒരു പ്രമുഖൻ്റെ മാഫിയ ചാനലാണെന്നാണല്ലോ പറയുന്നത്. അപ്പോൾ അവരിൽ കൂടെ തന്നെ വന്നൊരു ഇതാണ്. അവർക്ക് വേറെ ഇഷ്യൂ ഒന്നും പറയാനില്ല, വേറെ എന്തല്ല. ഇതൊന്നും ഈ രാഹുലിനെ ഇത്രയും ആക്രമിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തതിൻ്റെ കാര്യം വേറെ എന്തൊക്കെയോ അവർക്ക് മറയ്ക്കാനുണ്ട്. വേറെ ഇപ്പം ഗോവിന്ദൻ്റെ മകനെതിരായിട്ട് വന്ന ഇഷ്യൂ, ഇതൊക്കെ മറയ്ക്കാൻ വേണ്ടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഈ റിപ്പോർട്ടർ ചാനൽ കൊണ്ടുവന്ന ആ ഓഡിയോ സന്ദേശം തന്നെ അതിന് യാതൊരു ആധികാരികതയില്ല. കാരണം അത് ആരുടെയാണ്? അത് മാത്രമല്ല, ഇവർ ആ വോയിസ്, ആ പെൺകുട്ടിയുടെ വോയിസ്, അത് പിന്നെ കറക്റ്റ് അത് മോർഫ് ചെയ്താണോ നമുക്കറിയത്തില്ല. അതിനകത്ത് എന്തെങ്കിലും, കാരണം അത് ക്ലിയർ ഒരാളുടെ യഥാർത്ഥ സൗണ്ടല്ല. അപ്പോൾ അതിനകത്ത് ഏതെല്ലാം എഡിറ്റ് ചെയ്ത് കേട്ടിട്ടുണ്ടോ നമുക്കറിയത്തില്ല. കാരണം ഇത് കമ്പ്യൂട്ടറൈസ്ഡ് AIയുടെ ഇതോടുകൂടി ചെയ്തതല്ലേ.
ഇനി അതിനകത്ത് ഇനി രാഹുൽ പറയുന്നത് രാഹുലിനൊരു പെൺകുട്ടിയായിട്ട് ബന്ധമുണ്ടെന്ന് തന്നെ ഇരിക്കട്ടെ കേട്ടോ. ഒരാൾക്ക് നാട്ടിലിപ്പോൾ ഒരാളോട് ബന്ധം ഉണ്ടാകുന്നത് തെറ്റാണോ? അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് സംസാരിക്കുന്നത് തെറ്റാണോ? അല്ല, അറിയാൻ വയ്യാത്തതുകൊണ്ട് ചോദിക്കാം സാറേ. നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളോട് സംസാരിക്കാം, അവരെ സ്നേഹിച്ച് വിവാഹം കഴിക്കാം. അതുമാത്രമല്ല, നല്ല സൗഹൃദത്തിലാണെങ്കിൽ അങ്ങനെ സൗഹൃദത്തിലിരിക്കുന്ന ഒരാളോട് ഇനി ഹോട്ടലിലേക്ക് വരാൻ, അതാണല്ലോ പറയുന്നത്, ഹോട്ടലിലേക്ക് വിളിച്ചാൽ എന്താ തെറ്റ്? നമ്മുടെ നാട്ടിൽ ആരും ഹോട്ടലിൽ താമസിക്കുന്നില്ലേ? ഹോട്ടലിലേക്ക് വിളിച്ചു, ഇഷ്ടമില്ലേ പോകണ്ട, അത്ര തന്നെ. ഹോട്ടലിൽ നമ്മുടെ ഇന്ത്യയുടെ നിയമം അനുസരിച്ച് 2 പേർക്ക്, പ്രായപൂർത്തിയായ 2 പേർക്ക് ഹോട്ടലിൽ മുമ്പ് പറ്റത്തില്ലായിരുന്നു, ഇപ്പം താമസിക്കാമെന്ന് സുപ്രീം കോടതി തന്നെയല്ലേ വിധിച്ചേക്കുന്നത്. 2 പേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണെങ്കിൽ താമസിക്കാമെന്നുള്ളതാണ്. അങ്ങനെ താമസിക്കുന്ന എത്രയോ കോൺഗ്രസ് ലീഡേഴ്സിനെ നമുക്കറിയാം. ഇപ്പം നമ്മുടെ MP ആയിട്ടിരിക്കുന്ന രാജ്മോഹൻ ഉണ്ണിത്താൻ, അദ്ദേഹം, എനിക്ക് ഓർമ്മയുണ്ട്, ഒരു കാറിനകത്തൊരു സ്ത്രീയായിട്ട് പിടിച്ച ആളുകളെല്ലാം കൂടെ കൂടി, നാട്ടുകാരെല്ലാം കൂടെ കൂടി കൈയോട് പിടിച്ച് പുള്ളി നാണിച്ച് കുനിഞ്ഞിരിക്കുന്ന മീഡിയയിൽ ഞാൻ കണ്ട ആ ന്യൂസ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് സത്യത്തിൽ ഭയങ്കര ഷോക്കായിപ്പോയി. അതുപോലൊന്നും ഈ വന്നിട്ടില്ലല്ലോ രാഹുലിന്. ഇപ്പോഴും രാജ്മോഹൻ MP ആയിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ അദ്ദേഹം ഹോട്ടലിൽ വിളിച്ചു അല്ലെങ്കിൽ സംസാരിച്ചു എന്നൊക്കെ പറയുന്നത്, ഈ പറഞ്ഞു കേട്ടതിലൊന്നും സീരിയസ് ആയിട്ട് ഉള്ള ഒരു അലിഗേഷനും ഉണ്ടെന്ന് തോന്നില്ല. കാരണം ഒരു പെൺകുട്ടി പരാതിയായിട്ട് വന്നിട്ടില്ല. പ്രധാനമായിട്ട് വന്ന ആ ട്രാൻസ്ജെൻഡർ അവർ പറഞ്ഞത് കള്ളമാണെന്ന് രാഹുൽ തന്നെ പറഞ്ഞു. പിന്നെ മറ്റേ ആ സിനിമ നടി റീന, അദ്ദേഹം പറഞ്ഞതിനകത്ത് യാതൊരു കഴമ്പുമില്ല, ഒരു കഴമ്പുമില്ലാത്ത കാര്യമാണ് പറഞ്ഞത്. അദ്ദേഹം പേര് പറഞ്ഞിട്ടുമില്ല. അപ്പോൾ എൻ്റെ ചോദ്യം, ഇങ്ങനെയുള്ള ഒരു വിഷയത്തിൽ ഒരന്വേഷണം പോലും നടത്തുന്ന, ഒരു 1 വീക്ക് എടുത്ത് ഞങ്ങൾ അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കട്ടെ എന്ന് പറയുന്നതിന് പകരം, ആ സിനിമാ നടി ഇത് പത്രസമ്മേളനം വിളിച്ച് പറഞ്ഞതിൻ്റെ അന്ന് തന്നെ VD സതീശൻ വന്നിട്ട് നടപടി ഉണ്ടാകും. ആരായാലും പുള്ളി വീർമാശിയാണ്, അദ്ദേഹത്തിൻ്റെ മുഖത്തെ ആ ബോഡി ലാംഗ്വേജ് കണ്ടില്ലേ, നടപടി തീർച്ചയായിട്ടും ഉണ്ടാകും, എത്ര വലിയ ആളാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ ഇദ്ദേഹമാണെന്നുള്ളത് വളരെ വ്യക്തമാണ്. കോൺഗ്രസ് പാർട്ടി ഈ ചെറുപ്പക്കാരനോട് ചെയ്തതിൽ കൂടെ സമൂഹത്തിന് കൊടുത്തേക്കുന്ന ഒരു സന്ദേശം, ദിസ് ഈസ് ദ മെസ്സേജ്. ഞങ്ങളുടെ കൂടെ ആര് നിന്നാലും, അവരെത്ര ഹാർഡ് വർക്ക് ചെയ്താലും, പോലീസിൻ്റെ അടി കൊണ്ടാലും, അവരെത്ര കഴിവുള്ളവരാണെങ്കിലും ഞങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ ഞങ്ങൾ ചാവിട്ടി ദൂരെ കളയും എന്നുള്ളൊരു സന്ദേശമാണ് ഇതിൽ കൂടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ സാറിൻ്റെ തന്നെ ഈ ഓഡിയോയ്ക്കും വീഡിയോയ്ക്കും എത്രയോ ലൈക്കാണ് കൂടിയേക്കുന്നത്, എത്രയോ വ്യൂവേഴ്സാണ് കൂടിയേക്കുന്നത്. ഓരോ അമ്മമാർ വന്ന് പറയുന്നത് കേട്ടെ. അപ്പം ഇതിനകത്ത് ഉമ്മാ തോമസിനെ കൊണ്ടും അതുപോലെ ഷാനിമോൾ ഉസ്മാനെ, ബിന്ദുകൃഷ്ണൻ, ഇവരെ കൊണ്ടെല്ലാം ഈ VD സതീശനല്ലേ പറയിപ്പിച്ചത്, അവരെ ഫോഴ്സ് ചെയ്ത് പറയിപ്പിച്ചതല്ലേ. വളരെ തെറ്റാണ്. ഇതിന് സതീശനും കോൺഗ്രസ് പാർട്ടിയും ശക്തമായ വില കൊടുക്കേണ്ടി വരും. ഈ സതീശനെ എത്രയും പെട്ടെന്ന് ചവിട്ടി പുറത്താക്കിയില്ലെങ്കിൽ, എത്രയും പെട്ടെന്ന് അങ്ങേരെ പ്രതിപക്ഷ സ്ഥാനത്തു നിന്ന് ചവിട്ടി പുറത്താക്കി അടുത്ത ഒരു ലീഡർ കഴിവുള്ള ഒരാളുണ്ടെങ്കിൽ, XY എന്ന് ഞാൻ പറയുന്നില്ല, മുമ്പോട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് നിലം തൊടത്തില്ലെന്നുള്ളത് ഉറപ്പാണ്. സതീശനെ എത്രയും പെട്ടെന്ന് ആ സ്ഥാനത്തു നിന്ന് മാറ്റുക, ഇതല്ലാതെ വേറൊരു വഴിയില്ല. വേറൊരു ലീഡറെ ശക്തിപ്പെടുത്തി കൊണ്ടുവരിക, ആരെയാണെന്നുള്ളത് അവർ തീരുമാനിക്കട്ടെ, XY. പക്ഷെ സതീശനെ മുമ്പ് നിർത്തിക്കൊണ്ട് അടുത്തൊരു ഇലക്ഷന് ജയിക്കാമെന്ന് വിചാരിക്കുകയേ വേണ്ട, അത് സ്വപ്നം മാത്രമായിരിക്കും. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.